ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഒക്ടോബറിൽ വരാനാണ് ആവശ്യപ്പെട്ടത്. അസൗകര്യം അറിയിച്ചപ്പോൾ വരേണ്ടെന്ന് പറഞ്ഞത് സ്പോൺസർ ആണെന്നും മന്ത്രി 24നോട് പറഞ്ഞു. മെസ്സി വരുമെന്നാണ് മന്ത്രി ഇതുവരെ പറഞ്ഞിരുന്നത്. രണ്ടു കാലത്ത് രണ്ട് പ്രതികരണങ്ങൾ. ആ രണ്ട് പ്രതികരണങ്ങളിലേക്ക്. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. ഈ ഒക്ടോബറിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്പോൺസർ എന്ത് പറഞ്ഞു? ഈ ദിവസം ഈ ഒക്ടോബറിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് സംഭവം. നിഖിൽ പ്രമേഷ് കോഴിക്കോടും ചെയ്തു. നിഖിൽ വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നാൽ അത് പ്രശ്നമാവില്ലേ? പ്രത്യേകിച്ച് മെസ്സിക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ മെസ്സി വരുന്ന ദിവസം സ്പോൺസർമാരുണ്ടാകില്ല, സ്പോൺസർമാരുണ്ടാകുമ്പോൾ മെസ്സിയും ഉണ്ടാകില്ല. എന്താണ് വിവരം? അതാണോ ഇതിന്റെ ന്യായീകരണം? ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാര്യം അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കാര്യമായ ഒരു ഉറപ്പ്, അതായത് ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉറപ്പ് അവരിൽ നിന്ന് ലഭിച്ച ശേഷമായിരുന്നിരിക്കണമായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കേണ്ടിയിരുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ വെച്ച് കുട്ടികളോടും മുന്നിലിരിക്കുന്ന കുട്ടികളോടും അതോടൊപ്പം തന്നെ പിന്നീട് മാധ്യമങ്ങളോടും ഇക്കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. കേരളത്തിലേക്ക് മെസ്സി എത്തുന്നു, കേരളത്തിൽ മത്സരം കണ്ടക്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. എന്നാൽ അത് കൃത്യമായ ഒരു ഉറപ്പ് അവിടുന്ന് ലഭിക്കാതെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാണ്. നിലവിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒക്ടോബറിലേക്ക് കേരളത്തിലേക്ക് മെസ്സിയും അദ്ദേഹത്തിന്റെ സംഘവും എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിലേക്ക് അവരുടെ ഷെഡ്യൂൾ ഇന്ത്യയിലേക്ക് അവർ എത്തുന്നുണ്ട്, പക്ഷെ കേരളം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യം മന്ത്രിയോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കരാർ ലംഘനമോ അല്ലെങ്കിൽ കരാർ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പിഴവും ഉണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിലാണ് കേരളം അത് ഫോളോ ചെയ്തത്. ഒക്ടോബറിൽ ഈ മെസ്സിയോടും അർജന്റീന സംഘത്തോടും ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയായിരുന്നു ഈ സ്പോൺസർമാർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഒക്ടോബറിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അവരെ അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു സമയം നൽകുകയാണെങ്കിൽ ആ സമയം സ്പോൺസർമാർക്ക് പര്യാപ്തമാകില്ല എന്ന് അവരും അറിയിച്ചു. ഇതേ തുടർന്നാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഒഴിവായത് എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, ഈ വർഷം മെസ്സി കേരളത്തിലേക്ക് എത്തില്ല. കാരണം അത്തരത്തിൽ തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ മെസ്സിയുടെ ഇന്ത്യയിലേക്കുള്ള വരവിന്റെ ഷെഡ്യൂൾ അടക്കം തയ്യാറാക്കപ്പെട്ടതാണ്. ഈ ഘട്ടത്തിലാണ് വിമർശനം ഉയരുന്നത്. കാര്യമായ പഠനങ്ങൾ നടത്താതെ ഉറപ്പ് ലഭിക്കാതെ മന്ത്രി എന്തിന് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ചാടിക്കയറി നടത്തി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത്തരത്തിലുള്ള ചോദ്യം ഉയരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം വളരെ ക്ഷുഭിതനായ അതിൽ മറുപടി പറഞ്ഞിട്ട് കാര്യവുമില്ല. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആരാധകർ മെസ്സിക്ക് കേരളത്തിലുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലേക്ക് വരികയാണെന്ന് അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തി ആ ഇതിഹാസ താരത്തെ കാണാൻ വേണ്ടി കാത്തിരുന്നേനെ. അവരുടെയൊക്കെ പ്രതീക്ഷകൾ, മാസങ്ങളായുള്ള മെസ്സി ആരാധകരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് ഈ മന്ത്രിയുടെ ഈ പ്രസ്താവനയിലൂടെ, ഇന്നിപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയിലൂടെ ആ പ്രതീക്ഷകളാണ് മങ്ങുന്നത്. പക്ഷെ ആ പ്രതീക്ഷ നൽകിയതും മന്ത്രി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, തിടുക്കത്തിൽ മെസ്സി വരുമെന്നൊക്കെ ഒരു പ്രഖ്യാപനം വേണ്ടിയിരുന്നോ? മെസ്സി വരുമ്പോൾ സ്പോൺസർമാരില്ല, സ്പോൺസർമാർ റെഡിയാകുമ്പോൾ മെസ്സിക്ക് ഡേറ്റുമില്ല. അതാണ് നിലവിൽ ഈ മന്ത്രി അടക്കം പറയുന്ന വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.